നമസ്കാരം. ജമ്മു കാശ്മീരിലെ റീസി ജില്ലയിൽ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ കശ്മീരിലെ ഹിന്ദുക്കൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡച്ച് വലതുപക്ഷ നേതാവ് ഗീട്ട് വൈൽഡേഴ്സ്. കശ്മീർ താഴ്വരയിൽ പ്രവേശിച്ച് ഹിന്ദുക്കളെ വധിക്കാൻ പാകിസ്ഥാൻ ഭീകരരെ അനുവദിക്കരുത്, നിങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കൂ എന്ന് വൈൽഡേഴ്സ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. മുൻപും പാകിസ്ഥാനിലെ തീവ്രവാദ പ്രശ്നവും ഹിന്ദുക്കളുടെ ദുരവസ്ഥയും ആവർത്തിച്ച് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഗിൽട്ട് വൈൽഡേഴ്സ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഇസ്ലാമിക വിദ്വേഷത്തിനും ആക്രമണത്തിനുമെതിരെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും ഗിൽട്ട് വൈൽഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു റീസിയിൽ ആക്രമണം നടന്നത്. വൈഷ്ണോ ദേവിയുടെ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തീർത്ഥാടകരെ ഭീകരർ ആക്രമിക്കുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച വാൻ മലയിടുക്കിലേക്ക് വീണിരുന്നു. എന്നിട്ടും ആക്രമണം തുടർന്ന 4 ഭീകരവാദികൾ 1 മണിക്കൂറോളം വെടിയുതിർത്തു. 9 തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത്. 12ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 20 പേർ കസ്റ്റഡിയിലാണ്. അതിനിടെ ഭീകരാക്രമണത്തിൽ അപലപിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹസൻ അലിയും രംഗത്തെത്തിയിരുന്നു. ഓൾ ഐസ് ഓൺ വൈഷ്ണോ ദേവി അറ്റാക്ക് എന്ന ക്യാമ്പയിൻ പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഹസൻ അലി പിന്തുണ അറിയിച്ചത്. ഒരു വശത്ത് ഇന്ത്യയിലെ ഒരു വിഭാഗം പേർ പ്രതികരണശേഷി ഇല്ലാതെ വാ മൂടിക്കെട്ടി ഇരിക്കുമ്പോഴാണ് മറുവശത്ത് പാകിസ്ഥാൻ താരം ഭയമേതുമില്ലാതെ പ്രതികരിക്കാൻ മനസ്സുകാട്ടിയത്. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. തീവ്രവാദത്തോട് സഹിഷ്ണുതയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ തീർച്ചയായും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ തീവ്രവാദികളെ കണ്ടെത്താനുള്ള സംയുക്ത ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. തീവ്രവാദത്തോട് സഹിഷ്ണുതയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ പാലിക്കുന്നത് വഴി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. ഭരണകൂടവും സൈന്യവും ഇതിനായുള്ള നടപടികൾ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. റീസി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റയാളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇല്ലാതാക്കും. റീസിയിൽ ഉണ്ടായത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ എല്ലാവർക്കും കടുത്ത അമർഷമുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും പ്രവർത്തനങ്ങളിൽ വിശ്വാസം അർപ്പിക്കണം. ഭീകരരെ ഇല്ലാതാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൈന്യം ഉറപ്പാക്കുമെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ദോഡ, കത്വ എന്നിവിടങ്ങളിൽ 2 വ്യത്യസ്ത ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച രാത്രി കത്വയിൽ വെടിവെപ്പ് നടത്തിയ 2 ഭീകരരെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.